പക്ഷെ വിജയ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം BJP അറ്റാക്ക് ചെയ്യുക, അതേസമയം തന്നെ DMK അറ്റാക്ക് ചെയ്യുക. എന്നാൽ നമ്മൾ കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു ലൈനാണ് അദ്ദേഹം അവിടെ സ്വീകരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് എന്താ സ്വീകരിക്കുന്നത്? ഒരേ സമയം മോദി ഫാഷിസ്റ്റാണെന്ന് പറയും, ഒട്ടും കുറഞ്ഞ ഫാഷിസ്റ്റ് അല്ല പിണറായി വിജയൻ എന്ന് പറയും. ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് അവിടെ സ്വീകരിക്കുന്നത്. മോദിയെ വിമർശിക്കുക, അതേ നാവുകൊണ്ട് DMK ഒരു ഡിനാസ്റ്റിയാണ്, അവർ ഫാഷിസ്റ്റ് സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെത്രമാത്രം ആളുകളെ സ്വാധീനിക്കും എന്ന് നമുക്കറിയില്ല. കാരണം തമിഴ്നാട് ഒരു മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ദ്രാവിഡ രാഷ്ട്രീയമാണ്, അത് BJP വിരുദ്ധമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ADMK അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ADMKയുടെ ഇപ്പോൾ എടപ്പാടി പളനിസ്വാമി കഴിഞ്ഞു അമിത് ഷായെ പോയി കണ്ടിട്ടുണ്ട്. നിലവിൽ NDAയിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ADMK ഇനി വീണ്ടും ADMKയിലേക്ക് പോകുമോ, അത് അവർക്ക് എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ADMK NDAയിൽ വരികയും BJP ADMK സഖ്യം DMK എതിർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ TVK എന്ത് ചെയ്യുന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇതിന് ഇൻ ടോട്ടൽ ഇത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ DMKക്ക് എതിരായ വോട്ടുകൾ ഭിന്നിക്കാനാണ് കൂടുതൽ സാധ്യത. കാരണം ഒരു കാരണവശാലും TVK NDAയിൽ ചേരില്ല. ഇപ്പോൾ NDA ADMK സഖ്യമുണ്ടായാലും TVK അതിൽ ചേരില്ല, TVK ഒറ്റയ്ക്ക് നിൽക്കും. പിന്നെ എന്താണ് സംഭവിക്കുക? ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് പോകുന്നത്. DMK NDA സഖ്യം, ADMK ഉള്ള NDA സഖ്യം. NDA സഖ്യം എന്ന് പറയാൻ കഴിയില്ല, അത് ADMK സഖ്യമാണ്, അത് BJP കൂടെയുണ്ട്, അത് TVK. അപ്പോൾ എന്താണ് സംഭവിക്കുക? DMKക്കെതിരായ വോട്ടുകൾ ഭിന്നിക്കുക എന്നുള്ളതാണ് പ്രധാനമായും സംഭവിക്കാൻ പോകുന്നത്. ഇനി വിജയ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ചെന്നൈയിലൊരു രണ്ടാമത്തെ എയർപോർട്ട് കൂടി വരാൻ പോവുകയാണ്. മഹാബലിപുരം ജില്ലയിലാണെന്ന് തോന്നുന്നു. ചെന്നൈ സിറ്റിക്ക് പുറത്താണ് ഇത്. 4000 ഹെക്ടർ ഭൂമി, 4000 ഏക്കർ ഭൂമി മറ്റാണ് അതിനു വേണ്ടി ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിനെതിരെ അവിടുത്തെ കർഷകർ പ്രക്ഷോഭത്തിലാണ്. അതിൻ്റെ കാരണം വെച്ചാൽ കുറേ കൃഷിഭൂമികൾ പോകും എന്ന് മാത്രമല്ല, കുറേ വാട്ടർ ബോഡീസൊക്കെ നികത്തേണ്ടി വരും, കുളങ്ങൾ തോടുകളൊക്കെ നികത്തേണ്ടി വരും. അപ്പോൾ നിലവിൽ തന്നെ നമുക്കറിയാം, ഈ ചെന്നൈയിൽ ഫ്ലഡൊക്കെ വരുമ്പോൾ ചെന്നൈയിലെ ഫ്ലഡിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിന് ചുറ്റുള്ള വാട്ടർ ബോഡീസ് നികന്നു പോയതാണെന്നാണ് പ്രധാനമായും പറയുക. അപ്പോൾ അത് കൂടുതൽ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്ററുകൾക്ക് കാരണമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ എൻവയോൺമെൻറ്റലിസ്റ്റുകളും ഫാമേഴ്സുമാണ് പ്രൊട്ടസ്റ്റുള്ളത്. കഴിഞ്ഞ ദിവസം വിജയ് ആ സമരരംഗത്തേക്ക് പോയിരുന്നു. അദ്ദേഹം ഒരു വാനിൽ, ഇങ്ങനെ മുകളിൽ ടോപ്പൊക്കെ തുറക്കാവുന്ന വാനിൽ ചെന്നിട്ട് അവിടെ ഈ സമരക്കാരെ അഭിസംബോധനയൊക്കെ ചെയ്തിരുന്നു. അങ്ങോട്ട് പോകാനുള്ള അനുമതി ലഭിച്ചില്ല, അദ്ദേഹത്തിന് ആദ്യം അനുമതി നിഷേധിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ് DMKയുടെ സ്വഭാവം, എനിക്കവിടെ പോകാൻ അനുമതി നൽകുന്നില്ല, ഞങ്ങളുടെ നോട്ടീസ് വിതരണം ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് വിജയ് ആരോപിക്കുന്നത്. പക്ഷെ വിജയ് അവിടെ പോയിട്ട്, ഇപ്പോൾ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഭൂമിയുള്ള സ്ഥലമാണ്, കേരളം പോലെയല്ല. എന്ന് മാത്രമല്ല ഗ്രാൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിന് വലിയ അനുകൂല സാഹചര്യമുള്ളൊരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ പോയിട്ട് വിമാനത്താവളത്തിനെതിരെ അദ്ദേഹം പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമ്മൾ കാണുന്ന സീനാണ്. ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും ഈ ഗ്രാമവാസികൾക്ക് വേണ്ടി രക്ഷക വേഷത്തിലെത്തി ഈ വലിയ ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റുകൾ, കോർപ്പറേറ്റുകൾ അവർക്കെതിരെ സമരം ചെയ്യുന്ന നായകനായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ തമിഴ്നാട്ടിൽ ആ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് കിട്ടുമെന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹം ഇവിടെ പോയിട്ട് തന്നെ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വികസന പദ്ധതികൾക്കെതിരല്ല, പക്ഷേ ഈ കൺസേൺസ് പരിഗണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ആ ട്രാക്ക് കിട്ടിയിട്ടുണ്ടോ? അതായത് എന്താണ് തമിഴ്നാട്ടിൽ വിറ്റഴിക്കാൻ പറ്റുന്ന പൊളിറ്റിക്സ് എന്ന് അദ്ദേഹത്തിന് ആ ട്രാക്ക് കിട്ടി, ആ ലൈൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ വരാൻ പോകുന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ്, ADMK TVK ഒരു സഖ്യം ഉണ്ടാവുക എന്നുള്ളത് DMKക്ക് കുറച്ച് ക്ഷീണം ഉണ്ടാക്കിയേക്കാം. കാരണം ADMKക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു 23% വോട്ടൊക്കെ ഉള്ളൂ, അവർ വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ അങ്ങനെ ഒരു സഖ്യത്തിന് സാധിച്ചേക്കാം. അതേസമയം ADMK BJP സഖ്യമാണ് വരുന്നതെങ്കിൽ TVK ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അത് DMKക്ക് ഗുണമാണ് ചെയ്യുക. DMK വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാനാണ് കൂടുതൽ ഇടയാക്കുക.